നമസ്കാരം. എത്രയോ ആൾക്കാർ ഒരു നല്ല ജോലി കിട്ടാൻ ഭഗീര പ്രയത്നം, കുറേ പ്രയാസം അതിനുവേണ്ടി നടത്തുന്നുണ്ട്. ഭഗവത്ഗീതയുടെ 2-ാം അധ്യായത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ കർമ്മത്തിനെ പറ്റിയിട്ട്, ജോലിനെ പറ്റിയിട്ട് കുറച്ച് വിശേഷ വാക്കുകൾ പറയുന്നുണ്ട്. അത് നമുക്ക് ശരിയായിട്ട് ഗ്രഹിച്ചാൽ, മനസ്സിലാക്കിയാൽ നമ്മളുടെ ജീവിതത്തിൽ വലിയ നന്മകൾ വരും. എന്താണത്? കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേതുർഭൂർ മാ തേ സംഗോസ്ത്വ കർമ്മണി. കർമ്മണ്യേവാധികാരസ്തേ, കർമ്മം ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. അത് നിങ്ങളുടെ അധികാരത്തിൽ പെട്ടതാണ് കർമ്മം ചെയ്യാൻ. എന്ത് കർമ്മം? ശരിയായിട്ടുള്ള കർമ്മം. നമ്മളുടെ എന്താണ് കർമ്മം അത് നമ്മൾക്ക് മനസ്സിലാക്കണം. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, 4 വർണ്ണങ്ങൾ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് ഗുണം കർമ്മന്റെ ആധാരത്തിൽ. ഗുണകർമ്മ വിഭാഗശഃ ചാതുർവർണ്ണ്യം. എന്താണ് ആ 4 വർണ്ണങ്ങൾ? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഇത് 4 ബ്രോഡ് ഡിവിഷൻസ് ആണ്. ബ്രോഡ് ഡിവിഷൻസ് ഓഫ് ലേബർ, കാറ്റഗറീസ് ഓഫ് പീപ്പിൾ. അതിൻ്റെ ആധാരം എന്താണ്? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ. ഗുണം, എല്ലാവർക്കും ഒരു ഗുണം ഉണ്ടാവുമല്ലോ. ഇത് ചെയ്യാൻ അവർക്കൊരു രുചി, ഒരു കഴിവ്, അതാണ് ഗുണം. കർമ്മ വിഭാഗശഃ, ഗുണകർമ്മ വിഭാഗശഃ. അവരുടെ മനസ്സ്, അവരുടെ അതിലേക്കുള്ള ഒരു ആസക്തി, അത് അവരുടെ ഗുണമാണ്. കർമ്മ അത് ചെയ്ത് അവർ എത്ര നന്നായിട്ട് അതിൽ പരിശീലിക്കണോ, അവരുടെ കേപ്പബിലിറ്റി, അവരുടെ അതിനുള്ള യോഗ്യത, അതാണ് കർമ്മ. ഗുണകർമ്മ വിഭാഗം. ഗുണവും കർമ്മവും അനുസരിച്ച് അതിനെ ഞാൻ വിഭാഗിച്ചിരിക്കുന്നു. പക്ഷേ എത്രയോ പേര് ഭഗവത്ഗീതനെ ശരിയായി മനസ്സിലാക്കാത്ത കാരണം പറയുന്നു ഇതെല്ലാം ജന്മനാ കിട്ടുന്നതാണ്, ജന്മത്തോടെയാണ്. പക്ഷെ അതിൽ കുറച്ച് മനസ്സിലാക്കാൻ നമ്മൾ തെറ്റുണ്ട്. വാൽമീകി ആരായിരുന്നു? മുമ്പ് അയാൾ രത്നാകർ ഡാക്കുവായിരുന്നു, കൊള്ളക്കാരനായിരുന്നു. ശൂദ്രനെക്കാട്ടിലും താഴെയുള്ള പദവിയിലുള്ള ഒരു മനുഷ്യനായിരുന്നു വാൽമീകി. രാമായണം എഴുതിയ നമ്മളെല്ലാ ബ്രാഹ്മണന്മാരും പൂജിക്കുന്ന, വന്ദിക്കുന്ന ഒരു മഹാനുഭാവനാണ് വാൽമീകി, അല്ലേ? ശ്രീരാമനും കൂടെ ആദരവ് കൊടുത്തതാണ്. സീതാദേവിയും ഭയങ്കര ആദരവ് കൊടുക്കുന്ന ഒരു മഹാനുഭാവൻ മഹർഷിയാണ് വാൽമീകി. വാൽമീകിയുടെ കൃതിയാണ് രാമായണം, വാൽമീകി രാമായണം. അപ്പോൾ അതേപോലെ തന്നെ വിശ്വാമിത്രൻ ബ്രഹ്മഋഷി ആരായിരുന്നു? ജന്മന ഒരു ക്ഷത്രിയനായിരുന്നു. പിന്നെ തൻ്റെ കഴിവുകൊണ്ട്, തൻ്റെ കർമ്മങ്ങളുകൊണ്ട്, തൻ്റെ ആസക്തി, ഗുണകർമ്മ വിഭാഗം, ഗുണം, ഏത് ഗുണങ്ങളെ അയാൾ പരിശീലിച്ച് തൻ്റെ ഉള്ളിൽ ഏറ്റു. ബ്രാഹ്മണൻ്റെ ഗുണങ്ങളെ സ്വീകരിച്ച് നല്ല തപസ്യ ചെയ്ത് ബ്രഹ്മഋഷിയായി. അത് വിശ്വാമിത്രൻ. അങ്ങനെ അനേക ഉദാഹരണങ്ങൾ നമുക്ക് ശാസ്ത്രത്തിൽ കാണാം. വ്യാസൻ ആരാണ്? അച്ഛൻ പരാശരമുനി, അമ്മ ഒരു മീൻകാരി, സത്യവതി. അപ്പോൾ അങ്ങനെ കുറേ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. വ്യാസതീർത്ഥനെയും കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ, എല്ലാ വേദങ്ങളും കൃതി ചെയ്തത്. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് ഏത് ചർച്ചയിലേക്കാണ് നമ്മൾ വന്നത് തുടങ്ങിയിട്ട് നമ്മൾ വന്ന ചർച്ച ഏതാണ്? കർമ്മത്തിനെ പറ്റിയിട്ട്. കർമ്മണ്യേവാധികാരസ്തേ, നിങ്ങൾക്ക് കർമ്മത്തിൽ നിങ്ങൾക്ക് അധികാരമുണ്ട്, നിങ്ങളുടെ അധികാരമാണ് അത് ചെയ്യാൻ. അപ്പം ആ അധികാരം പാണ്ഡവന്മാർക്ക് കൊടുക്കാത്ത കാരണം, ദുര്യോധനൻ രാജാവാണ്, മഹാരാജാണ്. അപ്പോൾ ദുര്യോധനൻ ആ അധികാരം പാണ്ഡവന്മാർക്ക് കൊടുക്കാത്ത കാരണമാണ് ഭഗവാൻ അവരുടെ പരമായിട്ട് ശാന്തിദൂതനായിട്ട് പോയതും. ആദ്യം ശാന്തിദൂതനായി പോയി ദുര്യോധനൻ്റെ അടുത്ത് വെറും 5 ഗ്രാമങ്ങളെ ചോദിച്ചുള്ളൂ. മൊത്തം അവരുടെ എല്ലാ രാഷ്ട്രവും അവരുടെ ആയിരുന്നു. അതെല്ലാം അവർക്ക് കൊടുക്കുമെന്ന് ഭഗവാൻ പറഞ്ഞു. പക്ഷെ അവർ സമ്മതിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, 5 ഗ്രാമങ്ങൾ കൊടുത്താൽ മതി പറഞ്ഞു. അതും കൂടെ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കർമ്മങ്ങൾ, അവർക്ക് ശരിയായിട്ട് നിശ്ചിതമായിട്ടുള്ള കർമ്മങ്ങൾ, നിയമിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ അനുവാദം കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു അപ്പോൾ യുദ്ധം നടത്തിയേ ആവുള്ളൂ. അപ്പോൾ അതാണ് യുദ്ധത്തിൻ്റെ കാരണം. ഒരു മനുഷ്യന് ശരിയായിട്ടുള്ള അവരുടെ ജന്മനാ അവരുടെ കർമ്മങ്ങൾ, ഗുണകർമ്മ
അവരുടെ ഗുണത്തിനനുസരിച്ചിട്ടും അവരുടെ കർമ്മങ്ങളനുസരിച്ചിട്ടും അവരുടെ ആസക്തി അനുസരിച്ചിട്ടും അവർക്ക് നിശ്ചിതമായിട്ടുള്ള കർമ്മങ്ങൾ കൊടുക്കാത്ത കാരണം ആ യുദ്ധം നടന്നു. അപ്പം അതേപോലെ നമുക്കും നമ്മളുടെ കർമ്മങ്ങൾ ചെയ്യാൻ അധികാരമുണ്ട്. ഏതാണ് നമുക്ക് നിശ്ചിതമായിട്ടുള്ള കർമ്മങ്ങൾ, നിയമിതമായിട്ടുള്ള നമ്മളുടെ കർമ്മങ്ങൾ എന്താണെന്ന് അത് മനസ്സിലാക്കാൻ കുറച്ച് ഗൂഢവിഷയമാണ്. അതിനുവേണ്ടി കുറേ ചർച്ചകൾ ചെയ്യേണ്ടി വരും. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന. പക്ഷെ അതിൻ്റെ ഫലം അതിൽ നിങ്ങൾക്ക് അർഹതയില്ല. അപ്പോൾ യുദ്ധം ചെയ്താൽ ജയിക്കോ തോൽക്കോ അത് നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ കർമ്മം ചെയ്യുന്നത് നിങ്ങളുടെ അധികാരമാണ്, അത് നിങ്ങളുടെ കർത്തവ്യവുമാണ്. അപ്പോൾ ആ ധർമ്മത്തിന് ചെയ്യാം. അപ്പോൾ ഇത് ആദ്യം ഇതിൻ്റെ നിങ്ങളുടെ ധർമ്മമാണ്, നിങ്ങളുടെ അധികാരമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ചില ആൾക്കാർ പറയും എനിക്ക് അതിൻ്റെ ഫലങ്ങളെ എനിക്ക് കിട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ മേലെ അധികാരമില്ലെങ്കിലോ, എൻ്റെ ഇഷ്ടപ്രകാരം നടന്നില്ലെങ്കിലോ ഞാൻ ആലസ്യമായിട്ട് ഉണ്ടാതെ ഒരു മൂലയിലിരിക്കാം. അപ്പം അതിലാണ് പറയുന്നത് മാ കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫല ഹേതുർഭുർ മാ തേ സംഗോസ്ത്വ കർമ്മണി. അപ്പം അകർമ്മം ചെയ്തിട്ട് ആലസ്യത്തോടെ ഒരു മന്ദനെ പോലെ അവിടെ ഇരിക്കല്ലേ, തൻ്റെ കാര്യം ശരിയായിട്ട് ചെയ്യാം. ഏതാണ് അതിൻ്റെ ഫലം? അത് ഭഗവാന് ഇഷ്ടം വന്നാൽ ഭഗവാൻ ആ ഫലം നമുക്ക് തരും. അപ്പോൾ ഇത് നമ്മൾ നന്നായി മനസ്സിലാക്കിയാൽ, ഈ ശ്ലോകത്തിനെ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്നാൽ അതൊരു വിശേഷമായിട്ടുള്ളൊരു പരിണാമം തരും. ഭഗവാൻ ശ്രീകൃഷ്ണനെ നമ്മൾ ധ്യാനിക്കുകയാണ്. ഈ ശ്ലോകങ്ങൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്ന, ഭഗവത്ഗീതത്തെ ഈ ശ്ലോകത്തിനെ ചൊല്ലിക്കൊണ്ടിരുന്ന നമ്മൾ ഭഗവാനെ ധ്യാനിക്കുകയാണ്. എന്താ വെച്ചാൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഭഗവാനെ ഒന്നിങ്ങനെ തട്ടിമുട്ടി ഓർമ്മിപ്പിക്കുകയാണ്. ഭഗവാനെ, താങ്കളല്ലേ പറഞ്ഞത് കർമ്മണ്യേവാധികാരസ്ഥ, എനിക്ക് കർമ്മം ചെയ്യാൻ അധികാരമുണ്ട്. അപ്പോൾ ആ കർമ്മം എനിക്ക് ചെയ്യാനുള്ള ഒരു അനുവാദം തരണേ, അതിനുള്ളൊരു വ്യവസ്ഥ ചെയ്യണതേ, എനിക്ക് നല്ലൊരു വഴി കാണിക്കണേ, എനിക്ക് വേണ്ടി ഭഗവാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. അർജുനനും പാണ്ഡവന്മാരെയും സഹായിച്ച പോലെ എനിക്കും എൻ്റെ ശരിയായിട്ടുള്ള നിശ്ചിതമായ നിയമിതമായിട്ടുള്ള കർമ്മം ചെയ്യാൻ എന്നെ സഹായിക്കണേ എന്നൊരു നിവേദനം കൂടിയാണ് ഇത് പ്രാർത്ഥിക്കുമ്പോൾ. ഈ ശ്ലോകം പിന്നെയും ചെല്ലുമ്പോൾ ആ ഒരു മനോഭാവം നമുക്ക് വെക്കാം. അപ്പം നമുക്ക് വേഗം നമ്മൾക്ക് ഉപയുക്തമായിട്ടുള്ള ശരിയായിട്ടുള്ള ജോലി, കർമ്മം നമുക്ക് ചെയ്യാനുള്ള ഒരു അവകാശം കിട്ടും. അതെന്തായാലും അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുക. പക്ഷേ ഏതാണ് നമ്മളുടെ ശരിയായിട്ടുള്ള ജോലി എന്ന് എങ്ങനെയാണ് പ്രമാണം? ഏത് ജോലിയാണ് എനിക്ക് നല്ലത്? ഞാൻ ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആവണതോ, അതോ ഞാൻ ബിസിനസ് മാൻ ആവണോ, അല്ലെങ്കിൽ ഞാൻ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആവണോ, IAS പഠിക്കണോ? എന്താണ് എനിക്ക് ശരിയായിട്ടുള്ള ജോലി? അതിനുള്ള ഒരു സൂചന എന്താ വെച്ച് കഴിഞ്ഞാൽ, രണ്ട് സൂചന ആൾക്കാർ, ഒന്ന് തമാശയ്ക്ക് ഒരു സൂചന പറയും. ആരെ കണ്ടാലാണോ നമുക്ക് അസൂയ വരണത് അതാണ് നമ്മൾക്ക് ശരിയായിട്ടുള്ള കർമ്മം എന്ന് പറയും. അസൂയ. അത് കാരണം എന്താ വെച്ചാൽ നമുക്കും അതേ കിട്ടാനുള്ള ആശയാണെന്നാണ്. പിന്നെ രണ്ടാമത്, ഏത് ജോലി ചെയ്യുമ്പോൾ, ഏത് വ്യവസായം ചെയ്യുമ്പോൾ നമുക്ക് ആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ജോലിയായി തോന്നില്ല. അത് നമുക്ക് സന്തോഷമായിരിക്കും. അത് ചെയ്യാൻ ഇനിയും നമുക്ക് ഇഷ്ടമായിരിക്കും. സമയം നമ്മൾ നോക്കില്ല, എത്ര സമയമായി, ഓഫീസിലേക്ക് നിന്ന് വീട്ടിലേക്ക് പോകാമോ, അങ്ങനെ തോന്നില്ല. കുറച്ചുകൂടി ചെയ്യാം അങ്ങനത്തെ ഒരു ധാരണ വരുന്നതാണ്. അതൊരു സൂചന.